Hi friends, welcome back to our channel Sonia's Kitchen. ഇന്ന് ഞാൻ ഉണ്ടാക്കാനായിട്ട് പോകുന്നത് ദോശയാണ്. ദോശ നമ്മൾ എല്ലാവരും വീടുകളിൽ ഉണ്ടാക്കുന്നതാണ്. എങ്കിലും ചിലവരൊക്കെ പരാതി പറയാറുണ്ട് അവർ ദോശ ഉണ്ടാക്കി കഴിയുമ്പോഴത്തേക്ക് ഭയങ്കര കട്ടിയാണ്, ശരിയാവുന്നില്ല എന്നൊക്കെ. അതുകൊണ്ടാണ് ഞാൻ വിചാരിച്ചത് ദോശയുടെ റെസിപ്പി ഒന്ന് ഇട്ടേക്കാമെന്ന്. എൻ്റെ ഈ വീഡിയോസ് ഒക്കെ കാണുന്ന നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതോടൊപ്പം കാണുന്ന ബെൽ ഐക്കോണിലും ക്ലിക്ക് ചെയ്യണം. എന്നിട്ട് അതിൽ നിന്നും ഓൾ സെലക്ട് ചെയ്യുക, എങ്കിലേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് അപ്പോൾ തന്നെ കാണാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ ഈ ദോശ ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 3 കപ്പ് പച്ചരിയാണ് എടുക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ 1.5 കപ്പ് ഉഴുന്ന്. അപ്പം ഞാൻ എപ്പോഴും ഈ ദോശ ഉണ്ടാക്കുമ്പോൾ അല്ലെങ്കിൽ ഇഡ്ഡലി ഉണ്ടാക്കുമ്പോഴാണെങ്കിലും എല്ലാം കൂടി ഒന്നിച്ചാണ് ഇടാറ്. അത് വേറെ വേറെ ആയിട്ട് പാത്രങ്ങളിൽ അങ്ങനെ വെള്ളമൊഴിച്ചൊന്നും വെക്കാറില്ല, എല്ലാം കൂടി ഒന്നിച്ചിടുകയാണ് ചെയ്യുന്നത്. പിന്നെ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഉലുവ കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി വെള്ളം ഒഴിച്ച് ഒരു 4 മണിക്കൂർ നേരത്തേക്ക് കുതിരാനായിട്ട് വെക്കാം. ഇപ്പം 4 മണിക്കൂർ ആയിട്ടുണ്ട്. ഞാൻ ഈ അരിയൊക്കെ നന്നായിട്ട് കഴുകി എടുത്ത് വന്നാണ്. നമ്മൾ നാട്ടിൻപുറങ്ങളിലൊക്കെ കടകളിൽ നിന്നൊക്കെ അരി മേടിക്കുമ്പം അതിൽ ചിലപ്പം കല്ലിൻ്റെ അംശമൊക്കെ ഉണ്ടാകും. അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് വേറെ തന്നെ വെള്ളത്തിലിട്ടിട്ട് വേണം. അപ്പോൾ ഈ അരിയൊക്കെ അരയ്ക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഇനി ചേർക്കേണ്ടത് 2 ടേബിൾ സ്പൂൺ അളവിൽ ചോറാണ്. അപ്പോൾ ഈ ചോറും കൂടി ചേർത്ത് അരി അരയ്ക്കുമ്പോഴേക്കും ആ ദോശ ഉണ്ടാക്കി വരുമ്പോഴേക്കും നല്ല സോഫ്റ്റ് ആയിരിക്കും അത്. പിന്നെ ഇതിലേക്ക് വേണ്ടത് ഉപ്പ്, അതുപോലെ ഇത് അരയ്ക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം. ഇനി ഇതെല്ലാം നന്നായിട്ട് അരച്ചെടുക്കാം. ഉഴുന്ന് ചേർത്ത് അരയ്ക്കുന്നതായതുകൊണ്ട് തന്നെ ഇതിൽ വെള്ളം ഒഴിക്കുമ്പം അരിയുടെ ലെവലിൽ തന്നെ വെള്ളം ഉണ്ടായിരിക്കണം. അല്ലെന്നുണ്ടെങ്കിൽ ഇത് അരഞ്ഞു വരുമ്പോഴത്തേക്കും ഭയങ്കര തിക്കായിട്ടിരിക്കും. കാരണം ഉഴുന്ന് അരയുമ്പോഴേക്കും അരി തന്നെയാണെന്നുണ്ടെങ്കിൽ അരയുമ്പോൾ അത് തിക്കായിരിക്കത്തില്ല, പക്ഷെ ഉഴുന്നുകൂടി ചേരുമ്പോഴേക്കും അത് വളരെ തിക്കായിരിക്കും. അപ്പം ഇതുപോലെ മുകളിൽ വെള്ളം ഒഴിച്ചു കൊടുക്കണം അരയ്ക്കുമ്പം. അപ്പോൾ ഈ ചോറും എല്ലാം കൂടി ചേർത്ത് ഈ മുഴുവൻ അരിയും ഇതുപോലെ തന്നെ അരച്ചെടുക്കാം. നന്നായിട്ട് അരച്ചെടുക്കണം. ശരിക്കും നമ്മൾ ദോശയൊക്കെ അരയ്ക്കുമ്പോഴത്തേക്കും 3 അല്ല 4 മണിക്കൂർ നേരം അരി കുതിർത്ത് വെച്ചാൽ മതി. അപ്പം നമ്മൾ അരിയെല്ലാം അരച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇത് ഉപ്പുകൂടി ചേർത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് അപ്പം ഞാനിതിപ്പോൾ ഇത്രയേ ഉള്ളത് കൊണ്ട് ഞാനിത് വേറൊരു പാത്രത്തിലേക്കായിട്ട് രണ്ടായിട്ട് വെക്കുകയാണ്. അല്ലെന്നുണ്ടെങ്കിൽ രാവിലെ ആകുമ്പോഴത്തേക്കും ഇത് മുഴുവൻ പുളിച്ച് പൊന്തി വരും. അപ്പം ഒരു അര പാത്രം അല്ലെങ്കിൽ 1/4 ഭാഗം വരെയൊക്കെ മാവ് വെക്കാവുള്ളൂ. കാരണം ഇതൊരു 8 മണിക്കൂർ കൊണ്ട് തന്നെ അത് പൊന്തി മുകളിൽ വരെ എത്തി, അല്ലെങ്കിൽ പുറത്തേക്ക് ചാടിപ്പോകും. എപ്പോൾ അരി അരച്ച് വെച്ചാലും ഇതുപോലെ പകുതി ഭാഗം വരെ എടുക്കാവുള്ളൂ. കൂടുതൽ മാവുണ്ടെന്നുണ്ടെങ്കിൽ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കണം. ഇനി ഇതിനെ 8 മണിക്കൂർ നേരത്തേക്ക് മാറ്റി വെക്കാം. ഇപ്പോൾ 8 മണിക്കൂർ നേരം ആയിട്ടുണ്ട്. നോക്കിയേ, നമ്മുടെ ദോശമാവൊക്കെ പുളിച്ച് നല്ല പൊന്തി മേളി വന്നിട്ടുണ്ട്. ഇതൊരു തവി ഉപയോഗിച്ച് ഒന്നുകൂടി ഒന്ന് ഇളക്കിയെടുക്കാം. 2 പാത്രത്തിലെയും ഇതുപോലെ പൊന്തിയിരിക്കുകയാണ്. ദോശ ഉണ്ടാക്കുന്നതിന് മുമ്പായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം വേണം ദോശ ഉണ്ടാക്കാനായിട്ട്. ഈ സമയത്ത് ഉപ്പൊക്കെ ഒന്ന് നോക്കണം. ഉപ്പ് പാകമല്ലാന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഇനി നമുക്ക് ദോശ ചുട്ടെടുക്കാം. നോൺ സ്റ്റിക്ക് പാൻ ആയതുകൊണ്ട് തന്നെ ഞാൻ എണ്ണയോ ഓയിലോ ഒന്നും തൂക്കുന്നില്ല. ഇതുപോലെ ഒരു തവി മാവ് ഒഴിച്ച് പരത്തി കൊടുക്കാം. ഇപ്പോൾ ഒരു ഭാഗം ഒന്ന് ഡ്രൈ ആയി വരുമ്പോഴേക്കും മറിച്ചിട്ട് കൊടുക്കാം. നിങ്ങൾ ദോശ ചുടുമ്പം ഇതേ രീതിയിലായിരിക്കണം എന്നില്ല ദോശ ചുട്ടെടുക്കുന്നത്. ചിലവർ വലിയ ദോശയായിരിക്കും, ചിലപ്പോൾ നെയ് റോസ്റ്റ് പോലെയൊക്കെ ആയിരിക്കും ചുട്ടെടുക്കുന്നത്. ചിലവർ തീരെ ചെറുതായിട്ടായിരിക്കും ദോശ ചുടുന്നത്. അപ്പം നമ്മളെങ്ങനെയാണോ ദോശ ചുടുന്നത് വീടുകളിൽ, ആ ഒരു രീതിയിൽ തന്നെ നിങ്ങൾ ചുട്ടാൽ മതി. ഇപ്പം 2 സൈഡും ആയിട്ടുണ്ട്. ഇനി ഇത് തവയിൽ നിന്ന് മാറ്റാം. നമ്മുടെ ദോശയെല്ലാം തയ്യാറായി. നിങ്ങൾക്ക് എൻ്റെ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റുകൾ അറിയിക്കാനും മറക്കരുത്.
ഇതുവരെയും ദോശ ഉണ്ടാക്കിയിട്ട് ശരിയാകാത്തവരൊക്കെ ഇതെന്തായാലും ഒന്ന് ട്രൈ ചെയ്യണം. ഇതേ രീതിയിലൊന്ന് ട്രൈ ചെയ്യണം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കണം. താങ്ക് യു ഫോർ വാച്ചിങ്.